നിലമ്പൂർ ഇലക്ഷൻ നിലവിൽ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോ ഈ ഒരു സമയത്തോടെ കോൺഗ്രസിന്റെ ആണെങ്കിലും CPM-ന്റെ ആണെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. BJP നിലവിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞ ആ ഒരു പരാമർശങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഹിന്ദു ഐക്യസമിതി എന്നല്ലേ ഹിന്ദു ഐക്യസമിതി നിലവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിമർശനാത്മകമായ പല പരാമർശങ്ങളും BJP സ്ഥാനാർത്ഥിയായിട്ടില്ല അല്ലെങ്കിൽ BJP-യുടെ സ്വന്തം MP ആയിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരെയും വരുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ അദ്ദേഹം കണ്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിലമ്പൂരിൽ എന്തായിരിക്കും BJP-യുടെ ഒരു അവസ്ഥ? അല്ല, എനിക്ക് തോന്നുന്നു നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു ബൈ ഇലക്ഷൻ ആണ്. ബൈ ഇലക്ഷൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാവാൻ സാഹചര്യങ്ങൾ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് നിശ്ചയിച്ചതിന് ശേഷം പിന്നീട് CPM M സ്വരാജിനെ നിർത്തുകയായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് BJP-ക്ക് അവിടെ മത്സരിക്കാൻ അവിടെ താല്പര്യമില്ല. കാരണം അവിടെ വിജയിക്കുന്ന സീറ്റല്ല, വെറുതെ കാശു കളഞ്ഞ് അവിടെ മത്സരിക്കേണ്ടതില്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്. അത് തന്നെയാണ് BJP-യുടെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയും പറഞ്ഞത്. BJP അവിടെ മത്സരിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ആവശ്യമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞത്. പക്ഷെ ഇതിനെല്ലാം വിപരീതമായിട്ട് പുതിയൊരു പ്രശ്നം അവിടെ ഉടലെടുത്തിരിക്കുകയാണ്. ഹിന്ദു മഹാസഭയുടെ പുതിയൊരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വന്നിരിക്കുകയാണ്. അത് പ്രഖ്യാപിച്ചത് നമ്മുടെ തോക്കുസ്വാമിയാണ്, ഭദ്രാനന്ദ സ്വാമി എന്ന് പറയുന്ന തോക്കുസ്വാമിയാണ്. അദ്ദേഹം ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് കൂടാതെ അദ്ദേഹം BJP-ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താണെന്നോ രാഷ്ട്രീയം എന്താണെന്നോ സുരേഷ് ഗോപിക്ക് അറിയത്തില്ല. വെറുതെ മാധ്യമങ്ങളോട് ആക്രോശിക്കാനും പിന്നീട് മസിലും പെരുപ്പിച്ച് നടക്കാനും മാത്രമേ സുരേഷ് ഗോപിക്ക് അറിയത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടാതെ അദ്ദേഹം വിമർശിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിലും ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്. കുറെ ഈർക്കിൽ പാർട്ടികൾ ചേർന്ന് പുതിയൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഈർക്കിൽ പാർട്ടികൾ. നമുക്കറിയാം നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ആളുകളാണ് രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ എന്ന് പറയുന്നത് അത്രത്തോളം മികച്ച ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം മറ്റുള്ള രാഷ്ട്രത്തിലെ ഈ ജനാധിപത്യ സംവിധാനങ്ങളുമായിട്ട് എല്ലാം വേർതിരിച്ച് നിൽക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവിടെ ജയിക്കുന്നവരാണെങ്കിലും തോക്കുന്നവരാണെങ്കിലും ഇവരെല്ലാം നിയമസഭയിൽ ഉണ്ടാകും എന്നാണ് ഇതിന്റെ മറ്റൊരു കാര്യം. അതായത് ഒരു പാർട്ടി എന്നല്ല, പാർട്ടിക്കപ്പുറത്തേക്ക് ഓരോ പ്രതിനിധികളെയുമാണ് നമ്മൾ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കുന്നത്. അവർ ചിലപ്പോൾ CPM-ന്റെ ആവാം, കോൺഗ്രസിന്റെ ആകാം, BJP-യുടെ ആകാം, ചിലപ്പോൾ സ്വതന്ത്രനാകാം, അല്ലെങ്കിൽ ഇവര് പറയുന്ന രീതിയിലുള്ള ഈർക്കിൽ പാർട്ടികളുടെ നേതാക്കന്മാരുമാകാം. ആര് തന്നെയാണെങ്കിലും ഇവരെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ മഹത്തരം എന്ന് പറയുന്നത്. ഈ ജനാധിപത്യത്തെ തള്ളിപ്പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന രീതിയിലാണ് സുരേഷ് ഗോപി ആണെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിലും പറയുന്നത് എന്നാണ് ഈ തോക്കുസ്വാമി പറയുന്നത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല, ഞങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്ന മറ്റൊരു മറുപടി എന്ന് പറയുന്നത് ഇത് ജനാധിപത്യ രാജ്യമാണ്, ബാക്കിയുള്ള അവിടെയുള്ള ജനങ്ങളെല്ലാം എന്താ പൊട്ടന്മാരാണോ? അവിടെ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, അവിടെ തെരഞ്ഞെടുപ്പിന് ആവശ്യമില്ല എന്ന് പറയാൻ അവിടെയുള്ള ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വലിയൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, അവിടെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ അവിടെ തങ്ങൾ മത്സരിക്കുന്നില്ല, തങ്ങൾ മത്സരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമാണ്. ഇപ്പം BJP എന്ന പാർട്ടിയെ നമുക്കറിയാം, ഇന്ത്യ തന്നെ ഭരിക്കുന്നത് BJP ആണ്. മോദി ഭരിക്കുന്ന രാഷ്ട്രമാണ് ഇപ്പൊ ഇന്ത്യ പൊക്കുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പോലും ഒരു മത്സരം നടക്കുമ്പോൾ തങ്ങൾ മത്സരത്തിലില്ല, തങ്ങൾ തോൽക്കുമെന്ന് ആദ്യമേ തന്നെ ഭീതിയോടെ പൊളിച്ചോടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടെ പൈസ ചെലവാക്കാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ അവഹേളിക്കുന്ന രീതിയിലാണ്. ഇപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് സ്ഥാനാർത്ഥികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. PV അൻവർ താൻ മത്സരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മത്സരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കും നിലമ്പൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നത് ഇപ്പോഴും ഒരു കൗതുകമായിട്ട് നിലനിൽക്കുകയാണ്. അദ്ദേഹം ആദ്യം പറയില്ല, ഞാൻ മത്സരിക്കുന്നില്ല, അതായത് ഇലക്ഷൻ എല്ലാം പ്രഖ്യാപിക്കുന്നതിന് മുമ്പിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ UDF-നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, UDF ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാലും ഞങ്ങൾ മത്സരിക്കും എന്ന രീതിയിലായിരുന്നു അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എന്താണ്,
എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അൻവർ നേരെ തിരികെയായിരുന്നു. ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നത് എന്നറിഞ്ഞ് കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെയാണ് മത്സരിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അൻവർ നേരെ മലക്കം പറഞ്ഞു, ഇല്ല ഏത് സ്ഥാനാർത്ഥി നിന്നാലും ജയിപ്പിക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അത് എനിക്കും കൂടെ വിശ്വസ്തതയുള്ള നേതാവായിരിക്കണം എന്നാണ് അൻവർ പറയുന്നത്. പക്ഷെ അവിടെ നിന്നും അൻവറുടെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടത്. UDF ഇനി അൻവറുമായിട്ടൊരു ചർച്ചയും വേണ്ട, UDF അതായത് അൻവർ പറയുന്ന ഏത് രാഷ്ട്രീയമാണോ അത് തന്നെയാണ് UDFും പറയുന്ന രാഷ്ട്രീയം. അതുകൊണ്ട് അൻവറിനെ ആദ്യമേ ചേർത്ത് നിർത്താൻ നോക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം അൻവർ ആരാണ്? തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ്. തൃണമൂൽ കോൺഗ്രസ് രാജ്യത്ത് എവിടെയെങ്കിലും പോയി കോൺഗ്രസുമായിട്ടൊരു സഖ്യകക്ഷി രൂപീകരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അത് സാധിക്കുന്നത്. കാരണം ഇതിനെല്ലാം എതിർക്കുന്ന ആളാണ് മമതാ ബാനർജി. ആ മമതാ ബാനർജിയുടെ നേതാവായിട്ടുള്ള PV അൻവറിനെ കോൺഗ്രസുകാർ അംഗീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ മണ്ടത്തരം വേറെയില്ല. പിന്നെ കേരള രാഷ്ട്രീയമാണ്, ഏത് സമയത്തും എന്തു സംഭവിക്കാമെന്നൊരു സാഹചര്യമാണ്. അൻവർ കഴിഞ്ഞ പ്രാവശ്യം LDFന്റെ മുന്നണിയിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം LDFന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് പോയത്. അതിനുശേഷം LDFന്റെ പ്രതിനിധിയായിട്ടാണ് നിയമസഭയിലേക്ക് പോയത്. അപ്പൊ LDFിൽ നിന്ന് രാജിവെച്ച് വന്ന ഒരാളാണ് PV അൻവർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ കോൺഗ്രസുകാർ അംഗീകരിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്നുള്ളൊരു സ്വാഭാവിക ചോദ്യമാണ്. ഒന്നാമത്തെ കാര്യം അൻവറിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം കോൺഗ്രസ് അൻവറിനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ അൻവർ ഞങ്ങളെ റെപ്രസെന്റ് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ നിലമ്പൂർ പൊളിറ്റിക്സ് അനുസരിച്ച് നിലമ്പൂരിൽ ആദ്യ സമയം തൊട്ട് പറഞ്ഞു ഒരു കാര്യം എന്ന് പറയുന്നത് CPM-ഉം BJP-യും കൈകോർക്കലായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. പക്ഷെ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു നിരീക്ഷണത്തെയാണല്ലോ ഇപ്പൊ BJP പൊളിച്ചിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഇനി സംഭവിക്കാൻ പോകുന്നത് BJPക്ക് അവിടെ ഒരു 15,000-17,000 വോട്ട് അവിടെ ഉണ്ട്. BJPക്ക് ഉള്ള വോട്ടാണ്. അപ്പം ഈ വോട്ടുകൾ എങ്ങനെയായിരിക്കും കൈമാറി പോകുന്നതെന്ന് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാണ്. കാരണം BJP മത്സരിച്ചില്ലെങ്കിൽ ഈ വോട്ടുകൾ കോൺഗ്രസുകാർ BJP മത്സരിക്കുന്നില്ല. നിലവിൽ BJP മത്സരിപ്പിക്കുന്ന കോൺഗ്രസും CPM-ഉം തമ്മിലാണ് മത്സരം വരുന്നതെങ്കിൽ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ CPM പറയും BJPയുടെ വോട്ട് വാങ്ങിച്ചാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചിരിക്കുന്നത്. അതേസമയം LDF വിജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ എന്ത് പറയും? BJPയുടെ വോട്ട് വാങ്ങിച്ച് CPM-മാര് വിജയിച്ചു, അത് അവര് തമ്മിലുള്ള അടി. പക്ഷേ ഈ തോക്കുസ്വാമിയുടെ പല പരാമർശങ്ങൾ അനുസരിച്ച് സുരേഷ് ഗോപിക്ക് പൊളിറ്റിക്സ് അറിയില്ല എന്ന രീതിയിൽ നമുക്ക് ഉറപ്പായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം 2 വർഷത്തോളം ആദ്യ സമയത്ത് തൃശ്ശൂർ ഇയാൾക്ക് കിട്ടില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഉള്ളതല്ല എന്ന് പറഞ്ഞപ്പോഴും തൃശ്ശൂരിനെ വൻ ഭൂരിപക്ഷത്തോട് എടുത്തൊരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ആ ഒരു സൈഡില് ഏത് രീതിയിൽ വോട്ട് ഷെയർ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പ്രചാരണ വേളയിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, എന്തുകൊണ്ട് സുരേഷ് ഗോപി ഹൈന്ദവ സമിതി അല്ലെങ്കിൽ ഹൈന്ദവ വോട്ട് ഷെയർ ഉള്ള സ്ഥലങ്ങളിലേക്ക് പ്രചരണങ്ങൾക്ക് പോകുന്നില്ല, എന്തുകൊണ്ടാണ് ക്രൈസ്ത്യൻ സഭകളിലേക്ക് പോകുന്നത്, എന്തുകൊണ്ടാണ് അവിടെ പ്രചാരണങ്ങൾ കൂടുതലാക്കുന്നത് എന്നുള്ളത്. അതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ന്യൂനപക്ഷത്തെ എങ്ങനെ കൂടെ നിർത്താം അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ എങ്ങനെ BJPയിലേക്ക് മറിക്കാം എന്നുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണം കൊണ്ടായിരുന്നു സുരേഷ് ഗോപി പെരുമാറിയത്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു പാർലമെന്റിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു കൃത്യമായിട്ടുള്ള പൊളിറ്റീഷ്യന്റെ രീതിയല്ല. പൊളിറ്റിക്കൽ രീതിക്ക് അപ്പുറത്തേക്കും ഒരു സിനിമാറ്റിക് സ്റ്റൈലിലേക്ക് പലപ്പോഴും സുരേഷ് ഗോപി കടക്കുന്നുണ്ട്. അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോഴാണെങ്കിലും ആ ഒരു പിടികിട്ടാത്ത രീതിയിലേക്ക് ഒരു സിനിമാറ്റിക് സ്റ്റൈലിലാണ് പലപ്പോഴും പെരുമാറുന്നത്. പക്ഷെ രാഷ്ട്രീയ നിരീക്ഷണ രീതിയിൽ അവർക്ക് ഒരു രീതിയുണ്ട്. ഈ നിയമസഭ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ഇത്ര വോട്ട് ഷെയർ അവിടെ ഉണ്ടാക്കണം, ഇത്ര വോട്ട് ഷെയറിനുള്ള പ്രചരണ രീതികൾ നടത്തണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതൊക്കെ BJPക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ആ ഒരു ഐഡിയ അനുസരിച്ച് തന്നെയാണ് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാള് നിലവിൽ BJP പൊളിറ്റിക്സ് അനുസരിച്ച് വർഷങ്ങളോളം അവിടെ വളർന്നു വന്ന ഒരാളൊന്നും അല്ല. പെട്ടെന്ന് വന്ന ഒരാൾ തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. ആ ഒരാളെ നമ്മുടെ സംസ്ഥാനത്തിലെ ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവച്ചപ്പോഴും BJPക്ക് ഒരു വിഘടനം ഒന്നും ഉണ്ടാകാതിരുന്നത് ആ ഒരു കാര്യം കൊണ്ട് തന്നെ. അല്ല, ജയിക്കുന്ന സീറ്റിൽ മാത്രമേ തങ്ങൾ മത്സരിക്കൂ എന്ന് പറയുന്നത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധതാണ്. അപ്പം ജനാധിപത്യം എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ളൊരു പൊതുബോധമാണ്. അപ്പം BJP എന്ന് പറയുന്നത് ഒരു നിസ്സാര പാർട്ടിയൊന്നുമല്ല. കേരളത്തിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ഈർക്കൽ പാർട്ടിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും BJPക്കില്ല. BJP എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അപ്പം BJP അങ്ങനെയുള്ള ഒരു BJP കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ തങ്ങൾ മത്സരിക്കില്ല, അവിടെ തങ്ങൾ മത്സരിക്കാൻ വേണ്ടി 1 രൂപ കാശ് പോലും ചെലവാക്കാനില്ല എന്നൊരു അവരുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അങ്ങനെ പറയുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധത തന്നെയാണ്. അതായത് ജനാധിപത്യത്തിൽ ആളുകളെ
കൾച്ചറൽ ബേസിൽ അളക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം നിലമ്പൂരുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ണാണ്. ഇപ്പൊ മലപ്പുറവും നിലമ്പൂരും എല്ലാം അങ്ങനെയുള്ള ഇതാണ്. അപ്പം മലപ്പുറത്തെ എപ്പോഴും ഇവർ മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പൊ BJPയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം മുസ്ലിങ്ങളുടെ നാടാണ്. അപ്പൊ അവിടെ വർഗീയമായിട്ടുള്ള ചേരിതിരിവാണ് ഇവർ ഈ രാഷ്ട്രീയത്തിലൂടെ കാണുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മലപ്പുറം വേറൊരു രാഷ്ട്രമാണെന്ന് ഇവർ പറയുന്ന രീതിയിലാണ് ഇപ്പൊ ഇവരുടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ തങ്ങൾ മത്സരിക്കുന്നില്ല, അവിടെ പൈസ കളയാൻ ഞങ്ങളുടെ കയ്യിലില്ല, കാരണം ഞങ്ങള് ജയിക്കത്തില്ല, അവിടെ മുസ്ലിം ഭൂരിപക്ഷമായതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ വിജയിക്കൂ എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു പോക്ക്. അതേപോലെ തന്നെ ഇവര് ഈർക്കൽ പാർട്ടികൾ ചേർന്ന് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്നു. അങ്ങനെയുള്ള പ്രചാരണങ്ങൾ എന്തിനാണ് ഇവർ നടത്തുന്നത് എന്ന് ആർക്കും അറിയത്തില്ല. അതേ കാര്യം തന്നെയാണ് നമ്മുടെ തോക്ക് സമയം ഉന്നയിക്കുന്നത്. ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടെന്നേ. കാരണം ഇപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി പലപ്പോഴും നമുക്ക് തോന്നുന്ന കാര്യമാണ്, ഇയാൾ എന്താണ് ഈ കാണുന്നത്, ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്ന് നമുക്ക് സാധാരണപ്പെട്ട ഒരു മനുഷ്യനെങ്കിലും തോന്നുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ചില നേരത്തിലുള്ള ശൈലികൾ, ആളുകളോട് പെരുമാറുന്ന രീതി. ചിലരെ അദ്ദേഹം ചേർത്ത് പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുന്നത് എല്ലാം നമ്മൾ കാണും. പക്ഷെ ചിലരോട് മാറി നിൽക്കുക, ആ ഒരു ധാർഷ്ട്യം കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അപ്പൊ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള മനസ്സിലുണ്ടാകണം. കാരണം ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ BJPയുടെ വോട്ട് വാങ്ങിച്ചിട്ടായിരിക്കും ജയിക്കുന്നത്, ചില സാധാരണക്കാരുടെ വോട്ട് വാങ്ങിച്ചിട്ടായിരിക്കും ജയിക്കുന്നത്. പക്ഷെ ഒരു MP ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ ആ മുഴുവൻ ജനങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണാനുള്ള ഒരു മനസ്ഥിതി അദ്ദേഹത്തെ ഉണ്ടാക്കണം. അതാണ് ഇന്ത്യൻ ജനാധിപത്യം പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അത് കൃത്യമായി കൊണ്ടുപോകാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല. അദ്ദേഹം ഏറ്റവും കൂടുതൽ ആക്രോശിക്കുന്നത് ആരെയാണ്? മാധ്യമങ്ങളെയാണ്. മാധ്യമങ്ങളുടെ തലോടലുകൾ സ്വീകരിക്കാത്ത ഒരാളാണ് സുരേഷ് ഗോപി എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ 4ാം തൂണുകളായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം സത്യം എന്താണെന്നും നീതി എന്താണെന്നും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രസ്ഥാനമാണ് മാധ്യമം എന്ന് പറയുന്നത്. അപ്പൊ ഈ മാധ്യമങ്ങളെ നമ്മൾ ഒരിക്കലും പുച്ഛിക്കരുത്. ഇപ്പൊ എല്ലാ മാധ്യമങ്ങൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയത്തെ എങ്ങനെ വിനിയോഗിക്കാം എന്നാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം നോക്കേണ്ടത്. അപ്പൊ രാഷ്ട്രീയ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ സംസാരിക്കും. കാരണം മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം എന്താണ് ഇത്രത്തോളം മഹത്തരമായത്? ഒരു പൗരന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം തരാനുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനുള്ള ബാധ്യത നമ്മുടെ നിയമ സംവിധാനത്തിനുണ്ട്. അതുകൊണ്ടാണ് വിവരാവകാശമുള്ള നിയമങ്ങൾ വന്നത്. അപ്പം പൗരൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആ ഒരാൾക്ക് കൊടുക്കാൻ കഴിയണം. അത് സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയല്ല, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം തള്ളിക്കളയുകയും മാറ്റിപ്പെടുകയും ആക്രോശിക്കുകയും ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.